യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു നല്ല ദിവസം ഏറെ സന്തോഷത്തോടെ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 34-ാം അധ്യായം 19-ാം തിരുവചനം. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് കടാക്ഷിക്കുന്നു. അവിടുന്ന് ശക്തമായ സംരക്ഷണവും ഉറപ്പുള്ള താങ്ങും, ചൂടുകാറ്റിൽ അഭയകേന്ദ്രവും, പൊരിവെയിലിൽ തണലും, ഇടറാതിരിക്കാൻ സംരക്ഷണവും, വീഴാതിരിക്കാൻ ഉറപ്പുമാണ്. ഒരു മനുഷ്യന് തൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളുണ്ടാകും എന്ന് വചനത്തിലൂടെ കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു. ലോകത്തിൻ്റേതായ ഏത് പ്രതിസന്ധികൾ വന്നാലും ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം ആ പ്രതിസന്ധികളിൽ നിന്നെല്ലാം നമ്മൾക്ക് സംരക്ഷണം നൽകും എന്ന് വചനം വാഗ്ദാനം നൽകുന്നു. ആ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. അവൻ നമ്മൾക്ക് താങ്ങും സംരക്ഷണവും, എത്ര ശക്തമായ ചുടുകാറ്റടിച്ചാലും നമ്മുടെ അഭയവും തണലും സംരക്ഷണവും താങ്ങും ഉറപ്പും എല്ലാമാണ്. ഇത്രയും സംരക്ഷണം തരുന്ന ഒരു വ്യക്തിയും ഈ ഭൂമിയിലുണ്ടാകില്ല. അത്രയ്ക്ക് ശക്തമായ സ്നേഹസമ്പന്നനായ ഒരു പിതാവായ ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തെ ഇന്നു മുതൽ നമുക്ക് സ്നേഹിക്കാൻ തുടങ്ങാം. ആ ദൈവത്തിൻ്റെ സംരക്ഷണം എപ്പോഴും നിങ്ങൾക്കുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾ എവിടെയായിരുന്നാലും അവർക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹവും സംരക്ഷണവും ലഭിക്കുവാൻ, പരിശുദ്ധാത്മാവിനാൽ അവർ നിറയുവാനും വേണ്ടി പ്രാർത്ഥിക്കാം. സ്കൂളുകളിലേക്ക് പോകുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിൽ നമുക്ക് സംരക്ഷിക്കാം. ചുറ്റുമുള്ള എല്ലാ തിന്മയുടെ കെട്ടുകളിൽ നിന്നും അവർക്ക് വിടുതലും സംരക്ഷണവും കർത്താവ് ഒരുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇടറി വീഴാതിരിക്കാൻ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും സമാധാനവും സംരക്ഷണവും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസവും നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം നമുക്ക് ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബ സമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കാം. മക്കളുടെ ജീവിതം അനുഗ്രഹപ്രദമായി മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായ ജീവനുള്ള ഏകദൈവമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.